പച്ചപ്പിൽ പൊതിഞ്ഞ അതിമനോഹരമായ കുന്നിൻ ചെരുവ്. വിൻഡോസ് ഡെസ്ക്ടോപ്പുകളിൽ ഇടം പിടിച്ച ഈ വാൾപേപ്പർ കാണാത്തവരായി ആരുമില്ല. എന്നാൽ ഇതിന് പിന്നിൽ ഒരു മനുഷ്യന്റെ കണ്ണുണ്ടെന്ന് എത്ര പേർക്കറിയാം? ചാൾസ് സൊറിയർ എന്ന ഫോട്ടോഗ്രാഫറാണ് ഈ ചിത്രം പകർത്തിയത്. വർഷങ്ങൾക്ക് ശേഷം ചാൾസ് സൊറിയർ ഈ പ്രദേശത്തേക്ക് ഒരു യാത്ര നടത്തി. ആ യാത്രയുടെ വിശേഷങ്ങളാകാം ഇനി. പച്ചപ്പ് മുഴുവൻ സൗന്ദര്യവും പൊതിച്ച് മേയാനിറങ്ങിയ കുന്നിൻ ചെരുവ്. അവിടെ വീണുകിടക്കുന്ന വെളിച്ചത്തിന്റെ നേർത്ത പാടുകൾ. മേലെ ജ്വലിച്ചു നിൽക്കുന്ന നീലാകാശത്തുണ്ട്. അതിലൂടെ അടുക്കും ചിട്ടയുമില്ലാതെ മേഞ്ഞു നടക്കുന്ന വെള്ളിമേഘങ്ങൾ. വിൻഡോസ് ഡെസ്ക്ടോപ്പുകളിൽ നിറഞ്ഞു നിന്ന ഈ ചിത്രം ഒരു ഗ്രാഫിക്കൽ ജാലവിദ്യയോ ഫോട്ടോഷോപ്പിന്റെ മികവോ ഒന്നുമല്ലായിരുന്നു. ലോകത്തെ ഏറ്റവും അധികം പേർ കണ്ട ചിത്രമെന്ന് നിസ്സംശയം പറയാവുന്ന ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ ഒരു മനുഷ്യന്റെ കണ്ണുണ്ട്. അത് മറ്റാരുമല്ല, ചാൾസ് സൊറിയർ. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം താൻ ഫോട്ടോ പകർത്തിയ ആ സ്ഥലം വീണ്ടും കാണാനെത്തി. പഴയ ജീവസും തേജസ്സും ഇന്ന് ആ ഭൂമിക്കില്ല. മനോഹരമായിരുന്ന ആ താഴ്വാരം ഇന്ന് തരിശിന്റെ വക്കോളം എത്തിക്കഴിഞ്ഞു. ബ്ലിസ് എന്ന ലോകമേറെ കണ്ട ഡിഫോൾട്ട് ഡെസ്ക്ടോപ്പ് ഇമേജിലേക്ക് ചാൾസിന്റെ ചിത്രം എത്തിയത് കാലിഫോർണിയയിലെ സൊനോമോ എന്ന പ്രദേശത്തു നിന്നാണ്. 1996 ചാൾസ് ഈ ചിത്രം പകർത്തിയത്. ലോകം ചുറ്റി ഫ്ലാഷ് അമർത്തിയ ചാൾസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും കാഴ്ചക്കാരുണ്ടായ ചിത്രമായി അത് മാറി. നാപ്പയ്ക്കും സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഇടയിലുള്ള ഈ കുന്നിനരികിലൂടെ പലവട്ടം ചാൾസ് കടന്നുപോയിരുന്നു. ഒരു ജനുവരിയിലെ യാത്രയിലാണ് പതിവിലേറെ തിളക്കത്തോടെ പച്ച പൊതിച്ചു നിൽക്കുന്ന താഴ്വാരം ചാൾസിന് മുന്നിൽ തെളിഞ്ഞത്. 10 വർഷങ്ങൾക്ക് മുൻപാണ് വിൻഡോസ് XP പുറത്തിറങ്ങുന്നത്. അതിന്റെ ഡിഫോൾട്ട് ഇമേജായി മൈക്രോസോഫ്റ്റ് ചാൾസിന്റെ അസാധാരണ വശ്യതയുള്ള ചിത്രം തെരഞ്ഞെടുക്കുകയായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ഫോട്ടോ കച്ചവടമായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. നാഷണൽ ജോഗ്രഫിക് മാഗസിന്റെ ഫോട്ടോഗ്രാഫറായിരുന്ന അദ്ദേഹം ഇപ്പോൾ സ്വന്തമായി ഫോട്ടോ സ്റ്റുഡിയോ നടത്തുകയാണ്.